എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പടം? കുഴപ്പമില്ല. എങ്ങനെയുണ്ട് പടം? ഓഫീസർ എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? അടിപൊളി പടം. സസ്പെൻസും ട്വിസ്റ്റും ഒക്കെ ഉള്ള ഒരു പടം. സൂപ്പർ. എങ്ങനെയുണ്ട് ഓഫീസർ? സസ്പെൻസും ട്വിസ്റ്റും ഒക്കെ ഉള്ള ഒരു ത്രില്ലറാണ്. എങ്ങനെയുണ്ട് ഓഫീസർ? ജോസഫ് ആണെങ്കിലും ഷാഹിദ് കബീറിന്റെ ആണെങ്കിലും എല്ലാവരും നന്നായിട്ട് ഡയറക്ഷൻ സൂപ്പർ. നല്ല കഥയാണെങ്കിലും ഷാഹിദ് കബീർ പരിചയം. ആദ്യം ജോസഫ് ഉണ്ടായിരുന്നു, പിന്നെ നായാട്ട്, പിന്നെ പുള്ളിയുടെ ഇലവിഴ പൂഞ്ചിറ. ഇതിനുശേഷം ഒരു ഗംഭീര സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചില്ല. സെക്കൻഡ് ഹാഫ് വേറൊരു തരത്തിലാക്കി കളഞ്ഞു. ഫസ്റ്റ് ഹാഫ് വരെ നമുക്ക് ഒരു ആ ഒരു സ്റ്റോറി തന്നെ ആയിരുന്നു നമ്മൾ മുന്നോട്ട് പോയിക്കൊള്ളു. പക്ഷെ സെക്കൻഡ് ഹാഫ് സ്റ്റോറിയുടെ ആ ഒരു ചേഞ്ച് അങ്ങോട്ട് മാറി. പിന്നീട് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയായിരുന്നു. അത് ഗംഭീരമായിട്ട് ട്വിസ്റ്റ് ചെയ്യാൻ നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഇതുവരെ പ്രതീക്ഷിക്കാന്നല്ല, ആ സിനിമ കണ്ടോണ്ടിരുന്നപ്പോ ആദ്യത്തെ ആ ഒരു ഇതില്ലായിരുന്നു. ആ ഒരു പ്രതീക്ഷ തന്നെ ആയിരുന്നു. പക്ഷെ അതിനെ കവച്ചു വെച്ചിട്ടുള്ള ഒരു രീതിയിലായിപ്പോയി. അതന്നെ അത് പുള്ളിയുടെ. അതെ തീർച്ചയായിട്ടും ചാക്കോച്ചന് വേറിട്ടൊരു കഥാപാത്രം, സ്ട്രോങ് ആയിട്ടുള്ള തന്നെ കഥാപാത്രം തന്നെയായിരുന്നു. ഇങ്ങനെ ചാക്കോച്ചൻ നമ്മൾ പണ്ട് തൊട്ടേ ഉള്ള ആ ചോക്ലേറ്റ് ചിരിക്കാൻ പോലും ഒരു ചിരി അത് പ്രത്യേകം പറയേണ്ടതെന്ന് പറഞ്ഞാൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ജെയ്ക്സ് ബിജോയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയാണ് ചാക്കോച്ചനെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അത് അതിഗംഭീര ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെ, നമ്മൾ പിടിച്ചിരുത്തി കളയുന്ന തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. പിന്നെ സ്റ്റോറി ലൈനപ്പ് ആണെങ്കിൽ പോലും അതേപോലെ തന്നെ. മേക്കിംഗ് ഒന്നും പറയാനില്ല. സിനിമാറ്റോഗ്രഫി ആണെങ്കിലും സൂപ്പർ ആയിരുന്നു. പിന്നെ എടുത്തിരിക്കുന്നത് എല്ലാം പക്കയായിട്ട് ചെയ്തു. ഡെബ്യൂ ഡയറക്ടർ എനിക്ക് പുള്ളിയെ വ്യക്തിപരമായിട്ട് അറിയത്തില്ലെങ്കിൽ പോലും പുള്ളിയുടെ അനിയനെ എനിക്കറിയാം. പുള്ളിയുടെ അനിയനൊക്കെ നമ്മുടെ ഇവിടെ ആലപ്പുഴ കൈതവനെ ഇലവിഴ പൂഞ്ചിറയാണ്, ഇരട്ടയുണ്ട്. പുള്ളിയെ നന്നായിട്ട് പുള്ളിയുടെ 20 വർഷത്തെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണ് ഈ സിനിമ. ഇതിലും സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് വിജയിച്ചിരിക്കുന്നു നമുക്ക് പറയാം. അഞ്ചാം പാതിര അങ്ങനെ അഞ്ചാം പാതിര ഇത് വേറെ തീമാണ്. പക്ഷെ ആദ്യമേ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ വിചാരിക്കുന്ന ഇങ്ങനെയാണ് പോകുന്നത്, യൂസ്വലായിട്ടുള്ള ഒരു ഇതായിട്ടാണ്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെ ഒരു ത്രെഡ് വെച്ചിരിക്കുന്നതെന്ന് കരുതിയില്ല. പടം പീക്കിയിരിക്കുന്നത് സെക്കൻഡ് ഹാഫിലാണ്. പടം പീക്കിയിരിക്കുന്നത് സെക്കൻഡ് ഹാഫിലാണ് നമുക്ക് ആ ഒരു ഇത് മനസ്സിലാകുന്നത്. നമ്മൾ ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ നമ്മൾ യൂസ്വലി കാണുന്ന ഒരു സ്റ്റോറി, അതായത് ഇങ്ങനെ അതാണെന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. അതുകൊണ്ട് സെക്കൻഡ് ഹാഫ് കൊണ്ട് അതിനെ കവച്ചു വെച്ചത്. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സിനിമ കുഞ്ചാക്കോവനെ കൊണ്ട് നേരത്തെ ചെയ്യിപ്പിക്കേണ്ടായിരുന്നു. പല ക്രൈം ത്രില്ലറുകളും നമ്മൾ അഞ്ചാം പാതിരയൊക്കെ പോലെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ എന്താ പറയുക, ഒരു വ്യത്യസ്തമായ ഒരു കലിപ്പ് ലുക്കിൽ നല്ലൊരു പോലീസുകാരൻ്റെ ഇത് കുഞ്ചാക്കോവൻ ചെയ്തിട്ടുണ്ട്. തുടക്കം തന്നെ ഒരു മാസ് ഡയലോഗായിട്ടാണ് വരുന്നത്. എന്നാൽ ഒരു ക്രൈം ത്രില്ലറാണ്. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സെക്കൻഡ് ഹാഫാണിത്. അതായത് ഒരു ഫാമിലിയിലുണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതായത് പെൺകുട്ടികളുള്ള അച്ഛനമ്മമാർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. നല്ലൊരു മെസ്സേജും കാര്യങ്ങളൊക്കെ ഈ സിനിമയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട കുഞ്ചാക്കോന്റെ ആ സീനാണ്. അതായത് കുഞ്ചാക്കോയും സിനിമകളും നമ്മളൊക്കെ പൊതുവെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ വ്യത്യസ്തമായി നല്ല രീതിയിൽ തന്നെ ഇതിന്റെ ഡയറക്ടർ കുഞ്ചാക്കോനെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ വിജയം. അപ്പൊ എന്തായാലും ഇത് പ്രേക്ഷകർ തിയേറ്ററിൽ പോയി തന്നെ കണ്ട് വിലയിരുത്തണം. കാരണം നമ്മൾ ഇതേപോലെ ഒരു സിനിമ കുഞ്ചാക്കോനെ കൊണ്ട് നമ്മൾ കണ്ടിട്ടില്ല. അഞ്ചാം പാതിര കണ്ടിട്ടുണ്ട്, പിന്നെ എനിക്കൊന്നും നായാട്ട്. പക്ഷെ അത് ഇത്രയും ശ്രദ്ധിക്കപ്പെട്ടില്ല ഈ ഒരു കഥാപാത്രം. പക്ഷെ ഈ ഒരു പോലീസ് ഓഫീസറായിട്ട് കുഞ്ചാക്കോവും വന്നിട്ട് പ്രേക്ഷകരുടെ മനസ്സിൽ തീർച്ചയായിട്ടും അതായത് മനസ്സിൽ നിൽക്കുന്ന ഒരു സീനുകളാണ് ഈ ഒരു സീൻ. അതേപോലെ ഒരു സിനിമയിലും കുഞ്ചാക്കോനെ കൊണ്ട് ഇങ്ങനെ പറ്റിയിട്ടില്ല. അതായത് ഒരു പുള്ളിയുടെ ഒരു ശക്തമായ തന്നെ ഒരു തിരിച്ചുവരവാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുഞ്ചാക്കോന്റെ സീനൊക്കെ. പക്ഷെ ഇതേപോലെ നേരത്തെ ഈ ഒരു സീനുകളൊക്കെ കൊണ്ടുവരായിരുന്നു. എന്നാൽ ഈ ഒരു ഡയറക്ടറുടെ കൂടെ തന്നെ കൊണ്ടുവന്ന് ജിത്തു അഷ്റഫ് നല്ലൊരു ഡയറക്ടറാണ്. സ്ക്രിപ്റ്റ് ഒക്കെ നമുക്ക് ഒട്ടും ലാഗ് ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് ഹാഫാണ്. എന്നാൽ ഫസ്റ്റ് ഹാഫ് മോശമാണെന്നല്ല, എന്നാൽ ആ കഥയ്ക്ക് അനുസരിച്ചുള്ള കുറെ കാര്യങ്ങൾ സെക്കൻഡ് ഹാഫിൽ കാണുന്നു. പിന്നെ ഇനി എടുത്തു പറയുന്ന കുറെ വില്ലന്മാരൊക്കെ ഉണ്ട്. അവരുടെ മേക്കിംഗ് ഒക്കെ നല്ല അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ള കാര്യം കുറെ വർഷങ്ങളായി ജഗദീഷ് ചേട്ടന്റെ കുറെ അഭിനയ അതേപോലെ ജഗദീഷ് ചേട്ടന്റെ ഒരു അഭിനയമുണ്ട്.
അത് പ്രേക്ഷകർ നല്ലൊരു ഓർത്തിരിക്കുന്ന ഒരു ഇതാണ്, ഞെട്ടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ നല്ല പടത്തിലേക്ക് നല്ല നല്ല വേഷങ്ങൾ. പിന്നെ കുഞ്ചാക്കോന്റെ കഥ മോളായിട്ട് വരുന്ന 2 പേരുണ്ട്, അവർ നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതായത് അതിൻ്റെ ഇടയ്ക്ക് വരുന്ന മ്യൂസിക് കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നു. ഒട്ടും തന്നെ എനിക്ക് തോന്നുന്നു കൂടുതൽ ഫാമിലിയാണ് ഈ സിനിമ കാണേണ്ടത്. ഒരു മെസ്സേജ് ഉണ്ട്, കൂടുതൽ പെൺകുട്ടികൾക്കൊക്കെ വന്ന് കാണാനുള്ള ഒരു ഇതാണ്, അതായത് പ്രണയിച്ച് കിടക്കുന്നവർക്കൊക്കെ ഒരു മെസ്സേജും കൂടെ ഉണ്ട് ഒരു പടത്തിന്. അതാണ് പറഞ്ഞത്, ഫാമിലി ആയിട്ട് തന്നെ വന്ന് കാണുക. ഒരു രക്ഷയില്ല കേട്ടോ, ഇതേപോലെ ഞെട്ടിക്കുന്നു വിചാരിച്ചില്ല. നല്ല ഡയറക്ഷൻ. 5-ാം പാതിര വേറൊരു ത്രില്ലിംഗ് ആണ്. ഇത് പിടിച്ചിരുത്തുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് ആണ് കൂടുതൽ പിടിച്ചിരുന്നത്. 5-ാം പാതിര നമുക്ക് ഓരോരോ ത്രില്ലിംഗ് ആണ്, ആരാ കൊലയാളിയുണ്ട്. ഇത് നമുക്ക് വേറൊരു ഇത് മൊത്തത്തിൽ നമുക്ക് അത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നില്ല, അത് തിയേറ്ററിൽ തന്നെ ഒന്ന് പ്രേക്ഷകരെ കാണാം. എന്തായാലും നമുക്കൊരു എന്നെ സംബന്ധിച്ചൊരു 150 രൂപയ്ക്ക് പടം കണ്ടെങ്കിൽ അത് ശരിക്കായിട്ട് നമുക്കൊരു മുതലാണ്. നമ്മൾ എത്രയോ പൈസ പോകുന്നു. നല്ലൊരു മെസ്സേജും കൂടെയാണ്. അതാണ് പെൺകുട്ടികളുള്ള അച്ഛനമ്മമാർ കണ്ടിരിക്കുന്ന ഒരു സിനിമ, നല്ലൊരു മെസ്സേജും കൂടെയാണ്. നല്ലൊരു അഭിനയമാണ് കേട്ടോ കാഴ്ചവെച്ചിരിക്കുന്നത്. കുഞ്ചാക്കോന് ഒരു രക്ഷയില്ല. അതാ പറഞ്ഞത്, ഇതേപോലത്തെ ഒരു റോളുകൾ ഈ ഡയറക്ടറുടെയാണ് കുഞ്ചാക്കോന്റെ കഴിവ് തെളിയിച്ച് വന്നത്. പല സിനിമയിലും ഈ ക്രൈം ത്രില്ലറാക്കിയിട്ട് വന്നിട്ടുണ്ട്, പക്ഷെ അത്രയും ഒരു ഇതായിട്ടില്ല. എനിക്കൊന്ന് 5-ാം പാതിര പോലെ തന്നെ എനിക്ക് മേലെ നിൽക്കുന്ന ഒരു പടം, മുകളിൽ നിൽക്കുന്ന ഒരു പടം, രണ്ടും 2 വ്യത്യസ്തമായ ഇതാണല്ലോ. പക്ഷെ അതിനെക്കാട്ടും കുറച്ചും കൂടെ ശക്തമായ ഒരു ഗൗരവത്തിൽ വരുന്ന ഒരു പോലീസ് ക്യാരക്ടർ. മാസ് തന്നെ ഒരു ഡയലോഗ് ഉണ്ട് കുഞ്ചാക്കോന്റെ, കയറി വരുമ്പോൾ തന്നെ ഒരു രക്ഷയിലായ ഒരു ഡയലോഗ് തകർത്തിട്ടുണ്ട്. പിന്നെ എന്തായാലും പ്രേക്ഷകർ ഇത് തിയേറ്ററിൽ പോയി തന്നെ കാണാം. ബാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അല്ലേ. പ്രേക്ഷകർ ഒന്നും കൂടെ കണ്ടുവരും. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കൊള്ളാം, എഡിറ്റിംഗ് ഒക്കെ കൊള്ളാം, ഒട്ടും തന്നെ ലാഗ് ചെയ്യുന്നില്ല. ഒട്ടും പറയത്തില്ല, ഞാൻ പറഞ്ഞില്ല പുതിയ ഡയറക്ടറെ ഇത് വരുന്നില്ല. നമ്മൾ കണ്ട് മടുത്ത ഒരു എന്താ പറയുക, നല്ലൊരു സിനിമയാണ്. ഡയറക്ടർ തകർത്തിട്ടുണ്ട്. എന്തായാലും ബാക്കി തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് എന്ന് പറയാം. സൂപ്പർ ഹിറ്റ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നൊരു ചിത്രമാണ് ഇന്ന് കാണാൻ സാധിച്ചത്. എന്തായാലും കുഞ്ചാക്കോന്റെ ഒരു തിരിച്ചു വരെന്ന് പറയാം. കാരണം ഇത്രയും വലിയ പോലീസ് ഓഫീസറായിട്ട് ജിത്തു അഷ്റഫ് തിരഞ്ഞെടുത്ത കുഞ്ചാക്കോവിന് എല്ലാവിധ ആശംസകളും, അതുപോലെ ഈ ടീമിനും എല്ലാവിധ ആശംസകളും. അതുപോലെ തന്നെ ഒരു ക്രൈമായിട്ടുള്ളൊരു ചിത്രമാണ്, സസ്പെൻസ് എന്ന് പറയുന്നില്ല. കുടുംബപരമായിട്ട് നിന്ന് കാണാനും കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും നല്ലൊരു മെസ്സേജ് കൂടിയുള്ള ചിത്രമാണ്. അപ്പോൾ എന്തായാലും ഈ ചിത്രത്തിന്റെ പണികൾ പ്രവർത്തകർക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഈ ചിത്രം 100 ദിവസം ഓടുമെന്നുള്ള ഉറപ്പാണ്. എന്തായാലും ഞങ്ങളുടെ ആലപ്പുഴക്കാരനെന്ന രീതിയിൽ ഞങ്ങൾക്ക് 2 ഭാഗ്യമാണ്, കുഞ്ചാക്കോവനാണെങ്കിലും അതുപോലെ ഷാഹിൻ കബീറാണെങ്കിൽ. അപ്പൊ എല്ലാവിധ ആശംസകളും. ജിത്തു അഷ്റഫ് ആലപ്പുഴ. ഓക്കെ. അപ്പൊ 3 പേര് ഞങ്ങളുടെ ആലപ്പുഴക്കാരാണ്. അപ്പൊ എല്ലാവർക്കും തീർച്ചയായിട്ടും നല്ലൊരു എന്റർടൈൻമെന്റ്. ആ സിനിമ തുടങ്ങുമ്പോൾ ഞാൻ ഫുൾ സ്ലീവ് ആയിരുന്നു. ആ പടം കഴിഞ്ഞപ്പോൾ ഞാൻ കുഞ്ചാക്കോന്റെ കൂടെ ഉണ്ടെന്ന് തോന്നിപ്പോ. അത്രയ്ക്ക് നല്ല, നമ്മൾ ആ സീറ്റിൽ നിന്നും അനക്കത്തില്ല എന്നാണ്, അതായത് അനങ്ങാൻ പറ്റുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇന്റർവെൽ ആണെങ്കിലും ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും സെക്കൻഡ് ഹാഫ് ആണെങ്കിലും. അപ്പൊ എല്ലാവിധ ആശംസകളും ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടിക്ക്. ഡയറക്ഷൻ നന്നായിട്ടുണ്ട്. പുള്ളിയുടെ ഫസ്റ്റ് സിനിമ ആണെന്ന് പറയത്തേയില്ല. സ്ക്രിപ്റ്റ് അടിപൊളി, എല്ലാം ഒന്നും ഞാൻ പറയില്ല, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അമ്മാതിരി ഒരു ചിത്രം, ചിത്രം അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് അത്ര. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും എല്ലാം അടിപൊളിയുണ്ട്. മ്യൂസിക് ആണെങ്കിലും എല്ലാം. അതല്ല ഞാൻ പറഞ്ഞത്, ഒന്നും പറയാൻ, കാരണം നമ്മൾ ചോക്ലേറ്റ് ഹീറോ ആയിട്ടാണ് ഇത്ര നാൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ 5-ാം പാതിരയിലാണെങ്കിലും പോലീസ് സ്റ്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു ക്രൈം ത്രില്ലറായിട്ടുള്ള ഒരു ചിത്രം ആദ്യമായിട്ടാണ് എന്തായാലും എനിക്ക് തോന്നിയിട്ടുള്ളത്. കുഞ്ചാക്കോന്റെ ഇത്രയും നല്ല, അതാ പറഞ്ഞ ഒരു നല്ലൊരു സംവിധാനം കിട്ടിയെങ്കിൽ മാത്രമേ നല്ലൊരു നടനെ നമുക്ക് കിട്ടത്തുള്ളൂ. എന്തായാലും ജിത്തു അഷ്റഫിന് ഇങ്ങനൊരു കുഞ്ചാക്കോന് ഇങ്ങനൊരു വേഷം കൊടുത്തതിൽ ഒത്തിരി സന്തോഷം.